ആരോഗ്യം അമൂല്യം. ഉപ്പൂറ്റിവേദന, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിഞ്ചു എ മുരളി. മനുഷ്യ ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളെക്കാളും പ്രാധാന്യമുണ്ട് കാൽപാദങ്ങൾക്ക്. നന്നായി നടക്കണമെങ്കിൽ പേശികളുടെയും സന്ധികളുടെയും യോജിച്ചുള്ള പ്രവർത്തനം കൂടിയേ തീരൂ. ഓരോ പ്രായത്തിനനുസരിച്ച് പാദങ്ങളുടെ അസ്ഥികൾക്കും പേശികൾക്കും വ്യത്യാസം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും വേദനയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും പാദങ്ങളിലും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇത്തരം വേദനകൾക്ക് നമ്മൾ വേണ്ട ശ്രദ്ധ കൊടുക്കാറില്ല. ക്രമേണ പാദങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ച് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തുന്നു. നമ്മുടെ പാദം നടക്കുന്ന സമയത്ത് ഭൂമിയുമായി സ്പർശിച്ച് നമ്മുടെ പ്രഷർ ഭൂമിയുമായി സംവദിക്കുന്ന ഭാഗമാണ് ഉപ്പൂറ്റി എന്ന് പറയുന്നത്. ഉപ്പൂറ്റിയുടെ ഭാഗത്ത് കൽക്കേനിയം എന്ന വിളിപ്പേരുള്ള ഒരു എല്ലുണ്ട്. ഈ എല്ല് നമ്മുടെ വിരലുകളുടെ എല്ലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാടയുണ്ട്, അതായത് പ്ലാന്റാർ ഫേഷ്യ. ഏതെങ്കിലും കാരണത്താലുള്ള സമ്മർദ്ദം കാരണം ഈ പേശിക്ക് നീർക്കെട്ട് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത്. സാധാരണയായി 40 വയസ്സിൽ കൂടുതൽ പ്രായമായവരിലാണ് ഇത് കാണപ്പെടാറുള്ളത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഇത് കൂടുതലായി കണ്ടുവരാറുണ്ട്. അതും അമിതവണ്ണമുള്ള സ്ത്രീകളിൽ. കൂടുതലായി നടക്കുകയും നിൽക്കുകയും ചെയ്യുന്നവർക്കും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ഈ രോഗത്തിനെ നമ്മൾ പോലീസ്മാൻസ് ഹീൽ എന്ന പേരുകൂടി വിളിക്കാറുണ്ട്. പ്രമേഹ രോഗികൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ്, പൊക്കം കൂടിയ ചെരുപ്പുകൾ, അതുപോലെ തന്നെ തേഞ്ഞതും കൂടുതൽ ഫ്ലാറ്റ് ആയതുമായ ചെരുപ്പുകൾ ഒക്കെ ഉപയോഗിക്കുന്നതും ഈ രോഗത്തിന് ഒരു കാരണമായി പറയാറുണ്ട്. കാലിന്റെ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന വേദന തന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. അതിൽ പ്രധാനമായി പറയുന്നത് രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പാദം തറയിൽ തൊടുമ്പോൾ തന്നെ വേദന തുടങ്ങുന്നു. അതിനുള്ള കാരണമായി പറയുന്നത് എന്തെന്നാൽ രാത്രി നമ്മൾ കിടക്കുമ്പോൾ ആ ഭാഗത്തുള്ള പേശികൾ ചുരുങ്ങി ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയുന്നു. രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോഴേക്കും ക്രമേണ ഈ ചുരുക്കം കുറയുന്നു. തുടർച്ചയായി പ്ലാന്റാർ ഫേഷ്യേറ്റിസ് മാറാതെ നിന്നാൽ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് തേയ്മാനം ഉണ്ടാകുകയും ചെറിയ ഒരു മുള്ളുപോലെ അവിടെ കാണപ്പെടാറുമുണ്ട്. അതിനെ ആണ് കൽക്കേനിയൻ സ്പർ എന്ന് പറയുന്നത്. ഈ രോഗത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. പേശികൾ ബലപ്പെടുത്താൻ കഴിയുന്ന വ്യായാമങ്ങൾ ചെയ്യുക. രാത്രി ഉറങ്ങുമ്പോൾ സ്പ്ലിൻറ്റുകൾ ഉപയോഗിക്കാം. കട്ടി കുറഞ്ഞ പാദരക്ഷകൾ ഉപയോഗിക്കുക. തണുപ്പ് കൂടുതലായി കാലിൽ തട്ടാതിരിക്കുക. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ നൽകിയാൽ ഉപ്പൂറ്റിവേദന പാടെ ഒഴിവാക്കാവുന്നതാണ്. ഉപ്പൂറ്റിവേദന, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിഞ്ചു എ മുരളി.